CPIM പ്രവർത്തകനായിരുന്ന വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ കേസിൽ 11 RSS പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 13 പ്രതികളിൽ നിന്നാണ് 11 പേരുടെ ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വിധി ന്യായം? സോമി, ഇപ്പോഴും കോടതിയിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വിധി പ്രസ്താവം വിശദമായി തന്നെ വായിച്ച് കേൾപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ലഭിച്ച വിവരമനുസരിച്ചാണ് വിഷ്ണു വധക്കേസിൽ 11 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം കോടതി വിധിച്ചിരിക്കുന്നത്. ജഡ്ജി മിനിമോളാണ് ഈ വിധി പ്രസ്താവം ഈ പ്രതികളെ വായിച്ച് കേൾപ്പിച്ചത്. കൈതമുക്ക് സ്വദേശി RSS കാര്യവാഹ് കൂടിയായ സന്തോഷാണ് ഒന്നാം പ്രതി സന്തോഷ്, കേരളാദിത്യപുരം സ്വദേശി കക്കോട്ട് മനോജ് എന്ന മനോജ്, പാലന്തരയിൽ കുട്ടൻ എന്ന ബിജുകുമാർ RSS മുഖ്യ ശിക്ഷകാണ്, കുര്യാത്തി സ്വദേശി രഞ്ജിത് കുമാർ RSS കാര്യവാഹകാണ്, ബാലു മഹേന്ദ്രൻ എന്ന ബാലു, ബബിൻ എന്ന വിപിൻ, സതീഷ്, ബോസ്, മണികണ്ഠൻ, ചക്കു, വിനോദ് എന്നീ 11 പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം വിധിച്ചുകൊണ്ടുള്ള ശിക്ഷാവിധി കോടതി ജഡ്ജി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 13 പ്രതികളാണ് കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തി. അതിനനുസരിച്ച് ഇവർ കുറ്റക്കാരാണെന്ന് കോടതി ഇവരെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം കേസ് പരിഗണിച്ചുകൊണ്ട് ഇവർ ചെയ്ത കൃത്യം വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഇവർ മറ്റൊരു കാര്യം ഈ പ്രോസിക്യൂഷൻ വളരെ ശക്തമായി തന്നെ പറഞ്ഞത്, രാഷ്ട്രീയ കൊലപാതകം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് ഗൂഢാലോചന നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വധശിക്ഷ വേണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് വിധി പ്രസ്താവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഇരട്ട ജീവപര്യന്ത ശിക്ഷയാണ് 11 പേർക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. 15ാം പ്രതിയായ ശിവലാലിന് 1 ജീവപര്യന്തം മാത്രമാണ് ഉള്ളത്. ഹരിലാലിന് 3 വർഷം തടവുമാണ് ഹരിലാലിനുള്ളത്. കൂട്ടുപ്രതിയായിട്ടാണ് ഹരിലാലിനെ കണക്കാക്കിയിട്ടുള്ളത്. ആകെ ഈ കേസിൽ വിഷ്ണുവധ കേസ് 2008 നടക്കുന്ന കേസാണ്. 2008 ഏപ്രിൽ 1 CPM-ന്റെ പ്രവർത്തകനും CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ DYFI നേതാവായ വിഷ്ണുവിനെ ഒരു സംഘം RSS പ്രവർത്തകർ വാഹനത്തിലെത്തി ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് കേസ് അന്വേഷണം ശംഖുമുഖം AC-യുടെ നേതൃത്വത്തിൽ നടക്കുകയും പ്രതികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തി പ്രതികളെ കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിൽ 16 പേരാണ് പ്രതികളായിട്ട് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ ഒളിവിൽ പോയി, ഒരാൾ മരണപ്പെട്ടു. ഒരാളെ കഴിഞ്ഞ ദിവസം കോടതി മറ്റ് പ്രതികളെ കുറ്റക്കാരാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ കോടതി വെറുതെ വിട്ട ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം ഇയാൾക്ക് ഈ കൊലപാതകത്തിലുള്ള പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ വന്നതുകൊണ്ട് തന്നെയാണ് സന്തോഷ് കുമാർ എന്ന് പറയുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടത്. ബാക്കി 13 പേരുടെ ശിക്ഷയാണ് ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയേണ്ടത്. ഈ ശിവലാൽ എന്ന് പറയുന്നത് RSSന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ശിവലാലിനാണ് 1 ജീവപര്യന്തം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹരിലാൽ കൂട്ടുപ്രതിയാണ്. ഹരിലാലിനാണ് നേരത്തെ പറഞ്ഞ പോലെ 3 വർഷത്തിൻ്റെ തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് തിരുവനന്തപുരം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നാടിനെ നടുക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു, രാഷ്ട്രീയ കൊലപാതകം. കാരണം വിഷ്ണു CPM-ന്റെ പ്രവർത്തകനായിരുന്നപ്പോൾ CPM-ന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ വിഷ്ണുവിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് RSS മുന്നോട്ട് പോയത് എന്നുള്ളത് തന്നെയാണ് ഈ കൊലപാതകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഈ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നത്. വളരെ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണത്തിനും തെളിവെടുപ്പിനും സാക്ഷിമൊഴികൾക്കും ഒക്കെ ഒടുവിലാണ് വിചാരണ ആരംഭിക്കുകയും 118 സാക്ഷികളെയാണ് ഈ കേസിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിചാരണ നടത്തിയത്. സാക്ഷികളുടെ ശക്തമായിട്ടുള്ള മൊഴി തന്നെയാണ് പ്രതികൾക്ക് ഈ ശിക്ഷ കോടതി വിധിക്കുന്നതിന് വഴിവെച്ചത്. സുനിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതാക്കൾ തന്നെ കൊലയ്ക്ക് കൂട്ടുനിന്ന ഒരു കേസെന്ന നിലയിൽ ഒപ്പം തന്നെ പട്ടാപ്പകൽ നടന്ന ഒരു കൊല, പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ എപ്രകാരമായിരുന്നു? കാരണം പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. എങ്ങനെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം? സ്വാമി, ഈ കേസിൽ വിചാരണ വേളയിൽ തന്നെ സാക്ഷികൾ കൃത്യമായി സാക്ഷിമൊഴികൾ നൽകി എന്നുള്ളതാണ് ഈ കേസിന് ഏറ്റവും വലിയ വിചാരണ വേളയിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയ ഘടകങ്ങൾ. കൃത്യമായ സാക്ഷിമൊഴികളാണ്. കാരണം ഏപ്രിൽ 1 വിഷ്ണുവിനെ
ഈ പാസ്പോർട്ട് ഓഫീസ്, അതായത് കൈതമുക്കിലെ പാസ്പോർട്ട് ഓഫീസിന്റെ മുന്നിൽ വെച്ചാണ് കൊലപ്പെടുത്തുന്നത്. ഈ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷികളുടെ സാക്ഷിമൊഴി ആണ് ഇതിന് ഏറ്റവും അനുകൂലമായി മാറിയത്. ഒപ്പം പ്രതികളുടെ കയ്യിൽ നിന്ന് മിസ്സായ ആയുധം, അതിലെ വിരൽപ്പാടുകൾ, ഇതൊക്കെ ശാസ്ത്രീയപരമായ തെളിവുകൾ കൂടെയായി ചേർത്ത് വെച്ചപ്പോൾ തന്നെ പ്രതികൾക്ക് കുറ്റം നിഷേധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ കുറ്റപത്ര സമർപ്പണ വേളയിൽ ഉണ്ടായിരുന്നു. ഈ 13 പേരും RSSന്റെ മുഖ്യ ശിക്ഷക്, അതുപോലെ തന്നെ കാര്യവാഹക്, ശാരീരിക പ്രമുഖ അടക്കം വിവിധ ഈ ഭാരവാഹിത്വം വഹിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനങ്ങൾ വഹിക്കുന്നവരായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ വളരെ ശക്തമായി പറഞ്ഞത്, സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇത്തരത്തിൽ അരുൺ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഇതിന് കോടതി നൽകാൻ തയ്യാറാകണം, എങ്കിൽ മാത്രമേ ഇത് ഒഴിവാക്കാനാവുകയുള്ളൂ എന്നുള്ള കാര്യം പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സാജൻ പ്രസാദ് തന്നെ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയുണ്ടായി. അതെല്ലാം ജഡ്ജി കേട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ ഒരു ശിക്ഷയിൽ എല്ലാ പ്രതികൾക്കും അവരുടെ ശിക്ഷ വായിച്ചു കേൾപ്പിക്കുന്ന അവസരത്തിൽ അതിനെക്കുറിച്ചൊന്നും മറുപടി പറയാൻ ഈ പ്രതികളൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളത് അവരുടെ ഈ ഒരു പ്രവർത്തനത്തിൽ അവരുടെ പിന്നിൽ ആളുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് കോടതി റൂമിനകത്ത് നൽകാൻ കഴിയുന്ന കാര്യവും. കാരണം ഈ കുറ്റം സംബന്ധിച്ച് അവർ ഗൂഢാലോചന, കൊലപാതക ശ്രമം, ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനം, ആയുധം കയ്യിൽ വയ്ക്കൽ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തി എന്നുള്ളതും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഇപ്പോൾ ഈ വിധി പ്രസ്താവം വരുന്ന സമയത്ത് നമുക്ക് കൂട്ടിവെക്കേണ്ട കാര്യം. ഒരു കാര്യം, ഇതിനകത്ത് മൊത്തമുള്ള 16 പ്രതികളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 16 പേരാണ്. അതിൽ ഒരാൾ വെറുതെ വിട്ടു, ഒരാൾ ഒളിവിൽ പോയിട്ടുണ്ട്, ആ ആളെ ഇതുവരെയും പിടിച്ചില്ല. ആ ആള് പ്രധാന പ്രതി, അതായത് 5ാം പ്രതിയായിട്ട് തന്നെ വരുന്ന ആളാണ് ഒളിവിൽ പോയിട്ടുള്ളത്. ഇതുവരെയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല ആ പ്രതി. അതുപോലെ വെറുതെ വിട്ട സന്തോഷ് കുമാറിന് ഈ തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് സന്തോഷ് കുമാറിനെ കുറ്റവാളിയല്ല, പ്രതിയല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടത്. മറ്റുള്ളവരുടെ കുറ്റകൃത്യങ്ങളും അതിൻ്റെ ആഴവുമൊക്കെ ജഡ്ജി തന്നെ വായിച്ച് കേൾപ്പിച്ചാണ് ഈ വിധി പ്രസ്താവം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോഴും കോടതിയിൽ നടപടിക്രമങ്ങൾ സ്വാമി പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണം എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ അറിയാനാകുന്നുണ്ടോ സുനിൽ? സ്വാമി, അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കോടതിക്ക് അകത്തേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജഡ്ജി ഏതു തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി എന്നുള്ളത് ജഡ്ജ്മെന്റ് വരുമ്പോൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ അത്തരം കാര്യങ്ങൾ ജഡ്ജ്മെന്റ് പകർപ്പ് നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനാകും. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ ഓരോ പ്രതികളെയും പ്രതിക്കൂട്ടിനകത്ത് നിർത്തിക്കൊണ്ട് ജഡ്ജി അവർ ചെയ്ത കുറ്റങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്ന സമയത്ത് പോലും ഒരു പ്രതികൾക്കും അതിനോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവർ ചെയ്തതല്ല എന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് പറ്റിപ്പോയതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കുറ്റസമ്മതം തരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് അതിലൊരു പശ്ചാത്താപം തോന്നുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും ഒരു പ്രതികളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് അവരുടെ ഇപ്പോഴും അവരുടെ ആ ഒരു പ്രവർത്തന ശൈലി സൂചിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരാൾക്ക് ഒരു ജീവപര്യന്തം വരുന്നുണ്ട്. ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനും തന്നെ ഓരോരുത്തർക്കും ഏതൊക്കെ വകുപ്പ് പ്രകാരമാണ് ശിക്ഷ നൽകിയിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനും തന്നെ ലഭിക്കും. സുനിൽ, ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വടക്കൻ കേരളത്തിലൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഒരു കാര്യം, തെക്കൻ കേരളത്തിന് അത്ര പരിചിതമല്ല പട്ടാപ്പകലുള്ള ഈ കൊല എന്ന് പറയുന്നത്. അത്തരത്തിൽ വളരെ യാദൃച്ഛികമായ ഒരു സംഭവം എന്ന നിലയിൽ കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അത്തരം കാര്യങ്ങളിൽ ഒക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് കോടതിയുടെ ഈ ഒരു വിധിയെ നിയമവൃത്തങ്ങൾ പൊതുവെ നോക്കിക്കാണുന്നത്? സ്വാമി, ഇതിനകത്ത് ഒരു രാഷ്ട്രീയ കൊലപാതകം എന്നതാണ്. കാരണം വിഷ്ണു വഞ്ചൂർ CPMന്റെ പ്രവർത്തകനാണ്, ബ്രാഞ്ച് കമ്മിറ്റിയിലെ പ്രവർത്തകനാണ്, ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ്. അതിനുപരി DYFIയുടെ സമുന്നതനായിട്ടുള്ള നേതാവും സജീവ പ്രവർത്തകനുമാണ്. അപ്പോൾ ഈ വിഷ്ണുവിനെ വളരെ നേരത്തെ തന്നെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി RSS പ്രാദേശിക നേതൃത്വം തന്നെ തീരുമാനങ്ങളെടുത്ത പല ഘട്ടങ്ങളിൽ അത്തരത്തിൽ വിഷ്ണുവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അന്ന് ഈ കൊലപാതകം നടക്കുന്ന ദിവസം
ഏപ്രിൽ 1-ാം തീയതി രാവിലെ 10:15 വിഷ്ണു 10 മണിയോടുകൂടി തന്നെ ഈ പാസ്പോർട്ട് ഓഫീസ് കേന്ദ്രീകരിച്ച പാർട്ടിയുടെ ഓഫീസുണ്ട്, അതിന് മുന്നിലായിട്ട് ഓഫീസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എത്തുമെന്നും അവിടെ കൃത്യമായ രീതിയിൽ അവിടെ വരുമ്പോൾ തന്നെ കൊലപ്പെടുത്താമെന്ന് പ്ലാൻ ചെയ്തതായി തന്നെയാണ് ഈ പ്രതികൾ അറസ്റ്റിലായ ശേഷം ചോദ്യം ചെയ്യൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതനുസരിച്ച് കൊലപാതകം കൃത്യമായി ആസൂത്രണം ചെയ്യുകയും അവിടെ സുഹൃത്തിനോടൊപ്പം നിന്ന വിഷ്ണുവിനെ ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തുകയും ആദ്യം വെട്ടുന്ന സമയത്ത് തന്നെ വളരെ എതിർത്ത് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിഷ്ണു ശ്രമിച്ചിരുന്നു എന്നുള്ളതും സാക്ഷിമൊഴികളുടെ ആക്കം കൂട്ടിയിരുന്നു. കാരണം വിഷ്ണു അവിടെ നിന്ന് ഇവരെ വെട്ടുകൊണ്ട് ഓടുകയും ചെയ്തിരുന്നു. എന്നാലും പിന്തുടർന്നെത്തിയ ഈ RSS സംഘം വിഷ്ണുവിനെ വെട്ടി മരണം ഉറപ്പാക്കിയ ശേഷമാണ് അവിടെ നിന്ന് പോയത് എന്നുള്ളത് ഈ വന്ന പ്രതികളെ കൃത്യമായി അവിടെ ഉണ്ടായിരുന്നവർക്ക് കാണാനും ആ സാക്ഷിമൊഴികൾ കൃത്യമായി തന്നെ കോടതിയിൽ പറയാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ശിക്ഷാവിധിയുടെ കാര്യത്തിൽ പറയുന്നത്. ഇതൊക്കെ പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ഈ വിചാരണ വേളയിലും ഇവർ കുറ്റക്കാരാണെന്ന് പറയുന്ന സമയത്ത് പ്രോസിക്യൂഷൻ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ സാജൻ പ്രസാദ് ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇത്രയും ക്രൂരമായ കൊലപാതകമാണ് ഈ പ്രതികൾ നടത്തിയിട്ടുള്ളത്, അതുകൊണ്ട് ഇവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞ മറ്റൊരു ശിക്ഷയും നൽകരുത് എന്നുള്ളൊരു വാദഗതി വെച്ചിരുന്നു, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക്. കാരണം അവരാണ് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് കൊലപാതകം നടപ്പാക്കിയത് എന്നുള്ളത് കൊണ്ട് തന്നെ കൂട്ടുപ്രതികളെക്കാൾ ഏറ്റവും വലിയ കുറ്റത്തിലേക്ക് അവരെ കൃത്യമായി തെളിവ് സഹിതം നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ വധശിക്ഷ കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചാണ് ഈ കേസ് ഇന്നത്തേക്ക് വിധി പറയുന്നതിന് മാറ്റിയത്. ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുമ്പോൾ ഈ 13 പ്രതികളിൽ 11 പേർക്ക് ഇരട്ട ജീവപര്യന്തവും ഒരാൾക്ക് 1 ജീവപര്യന്തവും മറ്റൊരാളിന് 3 വർഷം തടവും വിധിച്ചുകൊണ്ടുള്ള ഒരു ശിക്ഷാവിധിയാണ് വന്നിരിക്കുന്നത്. സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. CPIM പ്രവർത്തകനായിരുന്ന വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ കേസിൽ 11 RSS പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 1 ജീവപര്യന്തവും ഒരാൾക്ക് 3 മാസം കഠിന തടവും എന്ന രീതിയിലാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഒപ്പം തന്നെ പ്രതികൾ വിഷ്ണുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനും 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.